ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തുടു വൈറ്റിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ദ ബേബി ഇൻ യെല്ലോ. ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് എൻ്റെ ചാനലിൽ ഉണ്ടാവും, കാണാത്തവർ അത് കാണുക. എന്നാലേ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടേ ഇത് കാണാൻ പാടുള്ളൂ, അപ്പോഴേ ഇതിൻ്റെ അത് മനസ്സിലാവുള്ളൂ ബേബിൻ്റെ ഗെയിം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മൊബൈലിലും കളിക്കാൻ പറ്റും, PC-യിലും കളിക്കാൻ പറ്റും. ഞാനിപ്പോൾ കളിക്കുന്നത് മൊബൈലിലാണ്, നിങ്ങൾക്ക് മൊബൈലിൽ കളിക്കാം. നല്ല ഗ്രാഫിക്സ് ആണ് ഇതിനുള്ളത്. ഇതൊരു ഹൊറർ ഗെയിമാണ്. ബേബിയെ നമ്മൾ നോക്കണം. 3 നൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിക്മാൻസ് മാഡ്നസ് എന്നാണ് കളിക്കാൻ പോകുന്നത്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1-ൽ നൈറ്റ് 1-ഉം നൈറ്റ് 2-ഉം നൈറ്റ് 3-യും കളിച്ചിരുന്നു. ഇനി നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോവാം. പ്രസ് ഹിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഗെയിം പ്ലേയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ലിഫ്റ്റിലാണെന്നാണ് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ലിഫ്റ്റിൽ നേരത്തെ നമ്മൾ ലിഫ്റ്റ് കയറിയതായിരുന്നു, നമുക്ക് ഓർമ്മ ഉണ്ടായിട്ട് നമ്മളോട് റാബിറ്റിനെ ഫോളോ ചെയ്യാനായിരുന്നു, വൈറ്റ് റാബിറ്റിനെ. ഓക്കെ, ലിഫ്റ്റ് ലിഫ്റ്റ് ഇങ്ങനെ തടിക്ക് പോവാന്നാ തോന്നുന്നു കേട്ടോ. ഓ, ലിഫ്റ്റ് കിടന്നു സീൻസ് എൻ്റെ മോനെ. ഓക്കെ, ലിഫ്റ്റ് അടിയെത്തി. ഓ, തുറന്നിട്ടാ. ഇതാ നമ്മളോട് ഇനി അങ്ങോട്ടാണ് പോകാൻ പറഞ്ഞിട്ട്. ഇതാ ഈ വൈറ്റ് ഇവിടെതാ, ഈ വൈറ്റ് റാബിറ്റ് ഇതിനെ ഫോളോ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ട്. നമുക്ക് ഞാൻ പോയി നോക്കാം. ഇവിടെ ഓരോരോ റൂമുണ്ട്, ഇതിൽ നമുക്ക് കയറണ്ട. നമ്മളോട് പറഞ്ഞിട്ട് ഒരു വൈറ്റ് റാബിറ്റിനെ ഫോളോ ചെയ്യാനാണ് പറഞ്ഞിട്ട്. ഓക്കെ, ഇതാണ് ഈ വൈറ്റ് റാബിറ്റിനെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോയേക്കാം. ഓ ഗൈസ്, ലോക്കായി ഗൈസ്. എടാ ചെറുക്കൻ നമ്മൾ പൂട്ടിയിട്ടിട്ടോ. നമ്മളെ ചെറുക്കൻ പൂട്ടിയിട്ട് കീ അവൻ്റെ കൈക്കലാണ്. ഇനി അൺലോക്ക് ഡോർ ടു എലിവേഷൻ ക്യാച്ച് ദ ബേബി. ഓക്കെ, നമ്മളോട് ബേബീൻ്റെ കൈക്കുന്ന ചാവി എടുക്കാനാണ് പറഞ്ഞിട്ട്. നമുക്ക് അവനെ പിടിച്ച അവനെ കിട്ടണില്ല കേട്ടോ. കുറേ ഓനെ കാണാനില്ല, ഓനെ ഒളിച്ച് തോന്നണു. ഓൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവന് മാറിക്കുക. അപ്പോൾ ഓൻ എന്തെങ്കിലും ഇതാകേണ്ടി വരും. എന്തെങ്കിലും നമുക്ക് ഓനെ പിടിച്ചാൻ വേണ്ടിയിട്ട് ഇതാണ്. പിന്നെ ഓനെ കിട്ടിയില്ല. അപ്പോൾ ഓക്കെ, ഇതെത്തണേ ഒത്ത സാധനം കിട്ടി നമുക്ക്. നമ്മൾ ഗിറ്റാറിൽ ഇട്ട് നോക്കാം കേട്ടോ, അതാവണില്ല. അപ്പോൾ നമ്മൾ ഇവിടെ മറ്റൊരു സാധനം കണ്ടിരുന്നു. ഇതിടാൻ പറ്റുന്ന ഒരു മ്യൂസിക്കിൻ്റെ സാധനം. നമുക്ക് ഒരു പൂച്ചനെ കിട്ടിയിട്ടുണ്ട്. ഇതാകണേ ഈ സാധനം. ഈ സാധനത്തിൽ നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, ഇട്ടോക്കാം. ഓ സീൻ മോനെ ചേർക്കാൻ നമുക്ക് നേക്ക് റെക്കോർഡിൻ്റെ ഒരു CD അത് തോന്നണു, അത് നമുക്ക് തന്നിട്ടുണ്ട്. നല്ല മ്യൂസിക്കാണ്. ഇത് എന്താണ്, അവാർഡ് ഫോർ ബെസ്റ്റ് ന്യൂ കമർ. അങ്ങനത്തെ ഒരു സാധനം കിട്ടണം കേട്ടോ. ഇതൊക്കെ നമുക്കൊരു പേജ് കിട്ടിയിട്ടുണ്ട്. ഇത് മറ്റേ ബേബിൻ്റെ ഇത് ചിഹ്നല്ലേ, പവർ സാധനം. ഓക്കെ, നമുക്ക് ഇത് ഒന്നിവിടെ കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്ന് നമുക്ക് ഇവിടെ കണ്ടിന്യൂ. അതാകണേ ഇത് നമുക്ക് എടുത്താണ്ട് ഇത് യോജിപ്പിച്ച് നോക്കാം. ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയില്ല നമുക്കിത് യോജിപ്പിച്ച് നോക്കാം. ഇത് ഇവിടെ വെച്ചു. ഓക്കെ, ഇത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ ഒന്നുകൂടി ഉണ്ടാവും തോന്നണു. ഓക്കെ, നമുക്ക് പച്ച കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഒന്നുകൂടി ബെഡ്റൂമിലാണ് കേട്ടോ അത് കിട്ടിയതിൻ്റെ കിങ്സ് തോന്നണം. നമുക്കിതും കൂടി ഒന്ന് വെച്ച് നോക്കാം. ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാലോ. അങ്ങോട്ട് ആവണില്ലല്ലോ, പിടിച്ചങ്ങോട്ട്. ഓക്കെ, നേരെ വെക്കാൻ പറ്റണില്ല ചേട്ടാ. ഇതിൽ പിക്കപ്പ് പിയാനോ മ്യൂസിക്. ഓക്കെ, നമ്മളോട് പിയാനോ മ്യൂസിക്കിൽ വെക്കാനാണ് പറയുന്നത്. പിയാനോ ഗൈസ് അവിടെ ഒട്ടി പിടിച്ചു. അപ്പോൾ ഇത് അതിൽ തന്നെ വെക്കാനുള്ളതാണേ. നമുക്ക് ഇതും കൂടി വെക്കാം. അതായില്ല, അത് എടുത്താണ്ട് ഒന്നും കൂടി വെച്ച് വെക്കാം. നമ്മളോട് ഇത് വെക്കാനാണ് പറഞ്ഞിട്ട്. അതിലാട്ട പാട്ട് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ പാട്ട് ഓഫ് ചെയ്യാണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. പാട്ട് എനിക്ക് ഒരുമാതിരി ഇറിറ്റേഷൻ. ഓക്കെ, ബേബി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവനെ കൈക്ക് പിടിച്ചാൽ പറ്റും നോക്കാം. ഓക്കെ, നമ്മളെ പാട്ടായിട്ടാണ്ട് ബേബി നമ്മളെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചാവി എടുക്കാൻ പറ്റുന്നാട്ടോ തോന്നുന്നുണ്ട്. ഗായ്സ് ചെറുക്കൻ തെറിച്ചായി. പിടിച്ചോക്കെ. പറ്റണില്ല. ഇനി തന്നെ ഇൻ ദാറ്റ് എ സ്വിച്ചോ. നമ്മളോട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടെന്നാണ് പറയണ്ടേ. ഇവിടെ ഒരു സ്വിച്ച് കാണാണ്ട്. ഓക്കെ, ക്രൗച്ച്. ഓക്കെ, നമുക്ക് ഇരുന്നാണ്ട് പോയേക്കാം. ഇവിടെ ഒരു വേറെ റൂം ഇട്ടോ, അണ്ടർഗ്രൗണ്ടാണോ തോന്നണു. ഗായ്സ്, നമുക്ക് ഇതിവിടെ ഇങ്ങനെ പോയേക്കാം. അവിടെ എന്തെങ്കിലും ഉണ്ടാവും. അതേ ഗായ്സ്, ഒരു റൂം എത്തിണ്ടോ. അപ്പോൾ ഗായ്സ് നമ്മളൊരു റൂമിലെത്തിയിട്ടുണ്ട് ഗായ്സ്. ഓക്കെ, അവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ നമുക്കിത്. ഓക്കെ, മറ്റേ CD, മറ്റേ മഞ്ഞ CD ഇതിനി അവിടെ പോയി വെക്കാനൊക്കെ കേട്ടോ. നമുക്ക് പോയി വെച്ചോ. നമുക്ക് ഇതുപോലെ 3-4 കിട്ടീനോ. ഒന്ന് ഗ്രീന്, റെഡ്, ബ്ലൂ ഒക്കെ ഉണ്ടേനോ. ഇത് യെല്ലോ ആണേ. യെല്ലോ അത് സ്മോക്കാണ്. ഓക്കെ, യെല്ലോ റയറാണെന്ന് തോന്നുന്നുണ്ട്. യെല്ലോ നമ്മളെ ബേബിൻ്റെ ഫേവറേറ്റ് കളറാണ്, അതുകൊണ്ട് തോന്നുന്നു. നമുക്ക് ഇനി ഇത് ഇട്ടോക്കാം. ഈ ബ്ലൂ മാറ്റിയുണ്ട്.
ആ ഓക്കെ നമ്മൾ യെല്ലോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി യെല്ലോ ഇട്ടാണ്ട് പാട്ടിട്ട് നോക്കാം നമുക്ക്. ഓ നമ്മൾ ബേബി എടുത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ ചാവി എടുത്താണ്ട് ചാവി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കും കേട്ടോ അവനെ. അപ്പോൾ നമുക്ക് ഇതെടുത്താണ്ട് വേഗം തുറക്കാൻ പോവാം, ലോക്ക് തുറക്കാൻ പോവാം. നമ്മളോട് ഈ വഴി കൂടെ പോകാനാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ നമ്മൾ ഡോറ് തുറന്നിട്ടുണ്ട്. കാൾ എലവേറ്റർ. ഓക്കെ നമ്മളോട് ലിഫ്റ്റിക്ക് പോകാനാണ് പറഞ്ഞിട്ടുണ്ട്. കറണ്ട് ഇല്ല എന്നതുകൊണ്ട് നമുക്ക് ഇനി ഈ റാബിറ്റിനെ ഫോളോ ചെയ്ത് നോക്കാം. കണ്ടില്ലേ ഈ റൂമൊക്കെ ലോക്കാണ്. നമുക്ക് ഇതിൽ കൂടെ പോകാൻ പറ്റുമോ? ഇതാക്കണേ, ഇതാണ് ഇലക്ട്രിക്കിൻ്റെ റൂമാണ് തോന്നുന്നു. ഓപ്പൺ. നമ്മൾ വാതിൽ തുറന്നിട്ടുണ്ട്. ഓക്കെ അവിടെയാണ് കേട്ടോ നമ്മളെ ഇത് കറൻറ്റ് ഓൺ ആക്കേണ്ടതൊക്കെ. ഓപ്പൺ. ഓ ഇവിടെ ഫ്യൂസ് ബോക്സ് ആണ് ഇവിടെ. ഞാനിവിടെ ഒരു ഫ്യൂസ് ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ നമ്മൾ ഈ ഫ്യൂസ് എടുത്താണ്ട് അവിടെ വെച്ച് നോക്കാം. ഓക്കെ നമുക്കിനി ഫ്യൂസ് എടുത്താണ്ട് ഇവിടെ വെക്കുമ്പോൾ ഇതാവണില്ലല്ലോ ഗൈസ്. ഓക്കെ ഒന്നുകൂടി എടുത്തുകൊണ്ട് വെച്ച് നോക്കാം. ആവുന്നില്ല. ഇതെന്താണ് ഇതിനകത്തോ? ഇതത് കേടുണ്ടോ? നീ ഈ ഫ്യൂസിന് വല്ല കേടുണ്ടോ തോന്നുന്നു കേട്ടോ. നോ പവർ. നമുക്ക് ഇതെടുത്താണ്ട് ഇവിടെ ഇനി എവിടെയെങ്കിലും വെക്കാൻ നോക്കാം. ഓക്കെ ഈ ലൈറ്റൊക്കെ ഇവിടെ നിന്ന് വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഓണാക്കുന്ന ഓപ്ഷൻ കാണിച്ചിട്ടില്ല. എന്താ ഇവിടെ ഒരു ഫ്യൂസിൻ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതാ ബ്ലൂ നമ്മൾ വെച്ചു. ഇനി ഈ അവിടെയും കൂടി ഒന്നുകൂടി വെക്കണം. നമ്മൾ ബ്ലൂ വെച്ചു. ഇനി ഒന്നുകൂടി വെക്കാണ്ട് ഒന്നെടുത്താണ്ട് വെച്ചോക്കാം ഗൈസ്. ഇവിടെ വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതെന്താ നമുക്കറിയില്ല. ഓക്കെ ഇവിടെ കുറച്ച് ഇതുണ്ട്. അലമാറ. ഓക്കെ ബ്ലൂ നമുക്ക് പിങ്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിങ്ക് എടുത്താണ്ട് വെച്ചോക്കോ ഗൈസ്. നമ്മൾ വെച്ചിട്ടുണ്ട്. ബട്ട് നോ കണക്ഷൻ. അത് മേലെ എടുത്ത് റെഡ്. നമുക്ക് മൈൻഡ് ചെയ്യണ്ട, ബാക്കി നോക്കാം. ഇവിടുത്തെ ഫ്യൂസ് ഇവിടെ വെച്ചതല്ലേ ഗൈസ്. ഇവിടുത്തെ ഫ്യൂസ് ഇവിടെ ചെറുക്കൻ കൈക്ക് പിടിച്ചു. പൊട്ടിച്ചു. ഇവനെ കൊണ്ട് വലിയ ശല്യമാണ് കേട്ടോ ഗൈസ്. നമ്മൾ വിളിച്ചപ്പോൾ നമുക്ക് ഇവനെ എവിടെയെങ്കിലും ഇടാൻ പറ്റുക. ഇവനെ എവിടെയെങ്കിലും നമുക്ക് ഇടാൻ പറ്റുക. ഇതിൻ്റെ ഉള്ളിൽ പൂട്ടിയിടാൻ പറ്റുക. ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. പൂട്ടിയാണ്ട് നമുക്ക് ഇനി അതിൽ വെച്ചോക്കാം ഗൈസ്. ഇനി ആ ചെറുക്കൻ നമ്മളെ പൊട്ടിച്ചാണെങ്കിൽ അവനെ പറ്റ ചെയ്യുക. ഓക്കെ അവിടെ വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ദ ബേബി സ്റ്റീലിംഗ് ഫ്യൂസ്. പിന്നെയും പൊട്ടിച്ചു ഗൈസ്. ഇവിടത്തെ ഒരു ലോക്കറൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്കിത് ഇവിടത്തെ ഒരു നമ്പർ അടിച്ചെടുക്കണം. അത് ഈ റൂമിൽ തന്നെ ഉണ്ടാവും ഗൈസ്. നമുക്കൊന്ന് നോക്കണം കേട്ടോ ഗൈസ്. ആ നമ്പർ ഇനിയിപ്പോൾ എവിടെ ബേബിൻ്റെ അടുത്ത് നിന്ന് കിട്ടുമെന്ന് തോന്നണില്ല. ഫ്യൂസ് ഗൈസ് ഇവിടെ 43. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയി കണ്ട് ഫസ്റ്റത്തെ 43 ആണ്. മറ്റേത് അവിടെ ഷോ ചെയ്തിട്ടില്ല. ആദ്യം നമുക്ക് 43 അടിച്ചാൽ ഇനി ബാക്ക് പോയി കണ്ട് ഇനി ഒക്കെ തപ്പണം ഗൈസ്. ഇനി ഇവിടെ ഒക്കെ ഒന്ന് തപ്പണം. ഇതിൻ്റെ ബാക്കി കിട്ടും നോക്കാം. അവിടെ മായ്ച്ചോളൂ ഗൈസ്. അത് 5A അതൊന്നുമല്ല. ഇനി ഈ ഭാഗത്തുണ്ടാവും നോക്കാം. ഇവിടെ ഒന്നുമില്ല. നോ പവർ എന്നൊക്കെയാണ് ഇവിടെ. നമ്മളില്ലേ ഒരു ഇതും കൂടി തുറക്കാണ്ട് കേട്ടോ. ഇതും കൂടി ഒന്ന് തുറന്ന് നോക്കാം. അതാ ഇവിടെ അതിൻ്റെ ബാക്കി 17. ഓക്കെ അതൊന്ന് അടിച്ചു നോക്കാം. 1 7. ഓക്കെ ഇത് ലോക്ക് തുറന്നിട്ട് ഗൈസ്. ഇവിടെ താഴത്തേക്ക് ഇടാനെത്തോണേ. നമ്മൾ ബേബിനെ താഴത്തേക്ക് ഇടാനാണ് കേട്ടോ. നമ്മൾ ബേബിയോടെ പോയി നമ്മൾ ബേബിനെ താഴത്ത്. അതാണ് നമ്മൾ ബേബി. ചെറുക്ക എന്നാ പോയി. ചെറുക്ക അടിക്ക് പോയി. തൊള്ളിച്ചുണ്ടാ. നമുക്ക് എന്നാൽ ഇനി അവിടെ വെച്ചോക്കാം. ഇനി വെക്കുമ്പോൾ ആവേണ്ടതാണ്. കാരണം നമ്മൾ ബേബിനെ അവിടെ വെച്ചിട്ടുണ്ട്. പിങ്കാണ് വെക്കേണ്ടത്. നമ്മൾ ബ്ലൂ എടുത്താണ്ട് അവിടെ വെക്കാൻ നോക്കിക്കണം. പിങ്ക് എടുത്താണ്ട് അവിടെ വെച്ചോക്കാം. അപ്പോൾ ഗൈസ് അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഓക്കെ പച്ച ലൈറ്റൊക്കെ എത്തിക്കണേ. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോയി നോക്കാം. ചെറുക്കനവിടെ ഇരുന്നാണ്ട് കണ്ണൊക്കെ ചോപ്പേന്നുണ്ടാ. അവൻ്റെ അടുത്ത് പോയി. അവനെ അടുത്തേക്ക് പോയപ്പോൾ മാഞ്ഞു പോയി. ഇതിവിടെ പോകാനാണ്. പിന്നെ ഇവിടെ ഓൻ്റെ അടുത്തേക്ക് പോയി നോക്കാം നമുക്ക്. ഓനെ പിടിച്ചാൽ പറ്റുമോ? ഉള്ളി വെക്കണോന്. റിട്ടേൺ ടു ദ എലവേറ്റർ ഫുൾ ഇറ്റ് വർക്കിനോ. ഓക്കെ നമ്മളുടെ എലവേറ്റർ ഇതിലേക്ക് പോകാനാണ് പറഞ്ഞിട്ട്. എലവേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഓണാക്കി വെക്കാം. ബേബി കണ്ട് നമ്മൾ പേടിച്ചാണ്ട് ലിഫ്റ്റ് കൂടെ ഇറങ്ങി പോകാൻ നോക്കുമ്പോൾ ബേബി ആയിരുന്നു അവിടെ ചാടി. ഗായ്സ്
അവൻ പ്രേതായി. നമ്മൾ പിടിച്ചാൽ വരുന്നുണ്ട്. ഓടിക്കോ. ഓ ഇത് സീനാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് അതിൽ കൂടെ പോകാൻ പറ്റുന്നില്ല ഗൈസ്. നമുക്ക് ഈ പിടിച്ച് ഏട്ടാ നമ്മൾ ആ ചാവ് എടുക്കാൻ വരുമ്പോഴത്തേനും പിടിച്ചു. നമുക്ക് ഒന്നുകൂടി കളിച്ചോക്കാം. ഓടിക്കോ. അവൻ വരുന്നുണ്ട്. ഓന് ഇത് പറന്ന കാണ്ടൊക്കെ കേട്ടോ ഗൈസ് വരുന്നുണ്ട്. കണ്ണൊക്കെ ചോത്ത് വല്ലൊക്കെ കൂർപ്പ് ഗൈസ്. ഇതൊക്കെ ചാവ് തിരിച്ച് പോകേണ്ടതാണ്. അതിൽക്കൂടെ പോകാനും പറ്റില്ല ഗൈസ്. ഈ റൂമിക്കൊന്നും കയറാൻ പറ്റില്ല. നമ്മളോട് ഇവിടെ 2 ലോക്ക് ഗൈസ്. പച്ചയാണ്. പച്ച കിട്ടി. പച്ച ഓടി പച്ചെടുത്ത് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മഞ്ഞയാണ്. മഞ്ഞെടുത്തോ വെച്ചോ ഗൈസ്. മഞ്ഞെടുത്ത് വെക്ക. ഓ അവൻ വന്നു. എടാ അവൻ വീണ്ടും നമ്മൾ പിടിച്ചടാ. നമുക്ക് ഒന്നുകൂടി കളിച്ചു നോക്കാം. നമ്മളാ ഷേപ്പിനനുസരിച്ചാണ് ഗൈസ് വെക്കേണ്ടത്. ഒന്നുകൂടി നമുക്ക് കളിച്ചു നോക്കാം. ഓടി ഒരു സ്ഥലത്ത് നിൽക്കരുത് നമ്മൾ. ഒരു ലോക്കായി. ഞാൻ ചായ എടുക്കേ. ഓക്കെ നമ്മൾ ഒരു ലോക്ക് പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ പച്ച ഇതെടുത്തുകൊണ്ട് പച്ച എടുത്ത് ഇവിടെ വെച്ചു. ഇനി ഈ ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ എടുത്താണ്ട് നമ്മൾ ഓടി പള്ളിയുടെ ഓരോന്ന് മണ്ടാണ്. അല്ല ഇതിൽ കൂടെ തന്നെയാണ് മണ്ടേണ്ടത്. നമ്മൾ ഇനി എലവേറ്റർ എത്തിയിട്ടുണ്ട്. എടാ ചെറുക്കം പാളിയാക്കി വണ്ടി. അപ്പോൾ നമ്മളിത് കഴിഞ്ഞെന്നാണ് തോന്നിയിട്ട് ലോഡിങ് ആണ് കാണിച്ചിട്ടുണ്ട്. ബ്ലാക്ക് സ്ക്രീൻ. ഓക്കെ എക്സിറ്റ്. അപ്പോൾ നമ്മളെ പിക്മാൻസ് മാഡ്നസ് ഇവിടെ കൈയാണ്. ഇത് പാർട്ട് 2 ആണ്. ഇനി പാർട്ട് 3 ആയിരിക്കും എക്സിറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളൂ. ആദ്യമൊക്കെ കുഴപ്പമില്ലാത്തൊരിതേനു. നമ്മൾ റാബിറ്റിനെ ഫോളോ ചെയ്തു. ചാവി എടുത്തെടുത്തു. CD ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ അവൻ്റെ കയ്യിൽ നിന്ന് കീയൊക്കെ എടുത്താണ്ട് രക്ഷപ്പെടാൻ പോയതേനു. അപ്പോഴാണ് കറണ്ട് പോയത്. അപ്പോൾ നമ്മൾ കറണ്ട് റെഡിയാക്കാൻ അങ്ങോട്ട് പോയപ്പോൾ ചെറുക്ക് നമ്മൾ പറ്റിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ലിഫ്റ്റ് കയറാൻ പോയപ്പോൾ ആൾ വർക്കായില്ല. അപ്പോൾ ബേബി നമ്മളെ വെയിറ്റാലെ വന്നു. പിന്നെ നമ്മൾ വേറെ ആയിക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ട് ലിഫ്റ്റ് കയറി. ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ, കമന്റ് കൂടി ചെയ്യണേ. ബൈ.